ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മൾ ആന്തരിക മനുഷ്യനെ അതായത് ഈ നമ്മുടെ മതത്തിൻ്റെ രഹസ്യങ്ങൾ മഹത്വമാണെന്ന് പൗലോസ് പറയത്തില്ല. തിമോത്തി 3:16 നമ്മുടെ മതത്തിന്റെ രഹസ്യം കണ്ടാ, നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കണ്ടാ, അതായത് ഈ മതത്തിൻ്റെ ശ്രേഷ്ഠതയിലുള്ളതാണ് ഈ ആന്തരിക മനുഷ്യൻ്റെ ശക്തി പ്രാപിക്കൽ. ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ്? ഈ ക്രിസ്തുവിന് ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചത് യൂദാസ് വന്ന് ചുംബിച്ചപ്പോൾ അവൻ എന്താ വിളിച്ചത്? മത്തായി 26:49. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പൊ ഇത് വിഷയത്തില് ചുംബിച്ചത് എന്താണെന്നൊക്കെ ഈശോയ്ക്ക് അറിയാം. എന്താ കാര്യം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കാരണം തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അതങ്ങനെ വാക്കുണ്ട്. 18:4 തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പൊ ഇന്ന് വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു മുഹൂർത്തത്തിലാണ് യൂദാസ് മുന്നോട്ട് വന്ന് അവനെ ചുംബിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? യൂദാസ് വരുന്നതും ചുംബിക്കണതും എന്തിനാണെന്നുള്ളത് തനിക്ക് സംഭവിക്കാതിരുന്നത് മുൻകൂട്ടി അറിഞ്ഞു. അപ്പം അറിഞ്ഞെങ്കിലും അവനെ ചുംബിച്ച് കഴിഞ്ഞെങ്കിലും യേശുവിൻ്റെ ആന്തരിക മനുഷ്യൻ സർപ്പങ്ങളുടെ മേൽ ചവിടണ കണ്ടില്ലേ? എന്താണ്? സ്നേഹിത എന്നാണ് വിളിക്കണേ. ഇതൊരു ഭയങ്കര ലോകത്ത് ഈശോ കൊണ്ടുവന്ന ഒരു വാല്യൂ സിസ്റ്റമാണത്. എല്ലാ മതങ്ങളും നിഷ്പ്രഭമാകുന്നത് ഈ ഒരു ജംഗ്ഷനിൽ വെച്ചാണ്. കാര്യം ഇതുപോലെ ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ പറ്റത്തില്ല. സ്നേഹിത, മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് നീ ഒറ്റപ്പെടുക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ഇവനിപ്പോൾ കൊല്ലണമെന്നെങ്കിൽ പോലും കർത്താവ് ഇവന് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവനെന്ത് ചെയ്യുന്നറിയാമോ? മനുഷ്യരാശി